സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ ജൂറി ചെയർമാനായി തമിഴ് ചലച്ചിത്ര താരം പ്രകാശ് രാജ്. 2024 ചലച്ചിത്ര പുരസ്കാര നിർണയത്തിലാണ് പ്രകാശ് രാജ് ജൂറി ചെയർമാനാകുന്നത്. 28 ചിത്രങ്ങൾ മത്സരരംഗത്തുണ്ടാകും. 128 ചിത്രങ്ങൾ മത്സരിക്കുന്ന പുരസ്കാരത്തിന്റെ സ്ക്രീനിംഗ് നാളെ മുതൽ ആരംഭിക്കും. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ പ്രകാശ് രാജിനെ ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിന്റെ ജൂറിയായി തെരഞ്ഞെടുത്തത് തന്നെ വളരെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തിയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം എപ്പോഴും രാജ്യവിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന, ഇടതുപക്ഷ മാവോയിസ്റ്റ് ചിന്തകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന പ്രകാശ് രാജ്, ആ പ്രകാശ് രാജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ശാലിനി. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2024 നിർണായകമായിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കാനാണ് ഇപ്പോൾ നടനും സംവിധായകനുമായ പ്രകാശ് രാജിനെ സംസ്ഥാനത്ത് ജൂറി ചെയർമാനായി നിയമിച്ചുകൊണ്ട് ഔദ്യോഗികമായ തീരുമാനം സർക്കാർ തലത്തിൽ നിന്ന് വരുന്നത്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, കൃത്യമായ പല കാര്യങ്ങളിലും രാഷ്ട്രീയം മാത്രം വെച്ച് സംസാരിക്കുന്ന പ്രകാശ് രാജിനെ പോലെ ഒരു വ്യക്തിയെ ഒരു ചുമതലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു നിർണയമായിരിക്കും ഈ ചലച്ചിത്ര പുരസ്കാര വിതരണത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. നമുക്കറിയാം, സംസ്ഥാനത്ത് നടക്കുന്ന പല പരിപാടികളിലും സർക്കാരിന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരിട്ട് ക്ഷണിച്ച് പ്രകാശ് രാജിനെ വേദികളിൽ എത്തിച്ചിരുന്നു. അവിടെയൊക്കെ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന, ഇടത് പക്ഷത്തെ ചേർത്ത് നിർത്തുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിലും പ്രകാശ് രാജ് സ്വീകരിച്ചിട്ടുണ്ട്. നീലിമ സൂചിപ്പിച്ചതുപോലെയുള്ള നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങളടക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ ഏത് തരത്തിലായിരിക്കും ഇനി സിനിമ അണിയറ പ്രവർത്തകർ പ്രതികരിക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കാൻ ഔദ്യോഗികമായി പ്രകാശ് രാജിനെ ജൂറി ചെയർമാനായി നിയമിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിക്കു ജേക്കബ് എന്നിവരെ പ്രാഥമിക വിധി നിർണ്ണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായും നിയമിച്ചിരിക്കുകയാണ്. ഇരുവരും അന്തിമ വിധി നിർണ്ണയ സമിതിയിലെ അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അന്തിമ വിധി നിർണ്ണയ സമിതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഭാഗ്യലക്ഷ്മി ഉണ്ടാകും. പിന്നണി ഗായികയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ഗായത്രി അശോകൻ ഉണ്ടാകും. സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസും തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് ശശിക്കാനും അടക്കമുള്ളവരും ജൂറി അംഗങ്ങളാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. 128 സിനിമകളാണ് അവാർഡിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാളെ മുതൽ തന്നെ രാവിലെ ജൂറി ഈ ഫിലിമിന്റെയൊക്കെ സ്ക്രീനിങ് ആരംഭിക്കും എന്നുള്ളതാണ് അറിയുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ശാലിനിയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.